നമ്മളിതിൽ ക്ഷണിച്ചിട്ടുള്ളത്. അല്ലാതെ പൊതുകൂട്ടമാണെങ്കിൽ ഇത് കഴിഞ്ഞ് അതിന് പുറത്ത് പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഈ നിലയിൽ ജമാഅത്ത് ഭാരവാഹികളെയും ഇമാമിങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന യോഗമാണിത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രഥമമായ ഒരു പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ. 40 വർഷം കഴിഞ്ഞു, 41ാമത്തെ വർഷത്തിലേക്കാണ് അത് കടന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇതിനിടയിൽ പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സമുദായത്തിനെതിരായി വരുന്ന പല കാര്യങ്ങളെയും തക്ക സമയത്ത് നമ്മളതിനെ എതിർത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ പല നിലയിൽ നമ്മളെ ഉപദ്രവിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിമാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നുള്ള ഇത് വന്നപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ 9 MP ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് മാർച്ച് നടത്തുകയും നിവേദനം കൊടുക്കുകയും അങ്ങനെ ഇപ്പോൾ അത് നടപ്പാക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഒരു നിക്കാഹ്, ഒരു മരിപ്പ്, ഇത് രണ്ടും മാത്രമാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നമ്മുടെ സംഘടനയൊക്കെ വന്നതിന് ശേഷം സമുദായം നേരിടുന്ന ഓരോരോ കാര്യങ്ങളും അപ്പോഴപ്പോഴ് അതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. എതിർപ്പ് വരുന്ന കാര്യങ്ങളെ അതിനെ പ്രതികരിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ജമാഅത്ത് ഫെഡറേഷൻ പല നിലയിലും ഇപ്പോഴും തന്നെ വഖഫ് ബോർഡ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ആൾക്കാർ, നല്ല ആൾക്കാർ സംഭാവന ചെയ്യുന്ന സമ്പത്തുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് വഖഫ് ബോർഡ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാ വഖഫ് ബോർഡിൽ കൈകടത്തിയിരിക്കുകയാണ്. വഖഫ് ബോർഡിൽ 2 ഹിന്ദുക്കളെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇതെവിടുത്തെ നിയമമാണെന്ന് വഖഫ് ബോർഡ് പ്രത്യേകിച്ച് ഗവൺമെൻറ് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ വലിയ സംഘടനകളുണ്ടല്ലോ. നായർ സമുദായത്തിൻ്റെ അവരുടെ സംഘടനയിൽ മുസ്ലിമീങ്ങളെ മറ്റ് സമുദായക്കാരെ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പിന്നോക്കക്കാരെ വരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തീയ സമുദായക്കാർ, സിഖ് സമുദായക്കാർ, ഓരോ സമുദായക്കാരും അവരുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഓരോ നിയമങ്ങളുണ്ട്. എന്നതുപോലെ മുസ്ലിമീങ്ങളുടെ വസ്തുക്കൾ മറ്റും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വഖഫ് ബോർഡ് ഉള്ളത്. ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൽ 2 നേതാക്കളെയും കൂടെ മറ്റ് സമുദായത്തിൽപ്പെട്ട 2 പേരെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് അതെന്ത് ദുഷ്ടലാക്കാണ് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. വഖഫ് ബോർഡിൻ്റെ നിയമങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം. പക്ഷേ അതിന് തക്ക സമയത്ത് നമ്മൾ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അതിന് അറിയിക്കേണ്ടിടത്ത് അറിയിച്ചു, MP-മാരെ അറിയിച്ചു, പാർലമെൻറ്റിൽ അറിയിച്ചു. അവരൊക്കെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യുകയുണ്ടായി. അത് ഈ സന്ദർഭത്തിൽ നമ്മുടെ MP-മാരെ അഭിനന്ദിക്കാൻ, പ്രതിപക്ഷത്തിലുള്ള MP-മാരെ അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ കണ്ടെത്തുകയാണ്. നമ്മുടെ പ്രേമചന്ദ്രൻ സാറും ഇവിടെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഇത് ശക്തമായി എതിർക്കും. വഖഫ് ബോർഡ് അത് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതാണ്. നല്ല ആളുകൾ സംഭാവന ചെയ്തതാണ്. അതിനെ നിയമാനുസരണം കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് വേറെ ആൾക്കാരെ നിയമിക്കാൻ പറ്റില്ല. വഖഫ് ബോർഡിൽ കൈകടത്താൻ പറ്റില്ല. വഖഫ് ബോർഡിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ അക്ഷരം പറയുകയും പ്രസ്താവനകൾ നടക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ MP-മാർ, പ്രതിപക്ഷ MP-മാർ പാർലമെൻറ്റിൽ ശക്തമായി എതിർക്കുകയുണ്ടായി. ഇത് നടപ്പാക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടി ഈ വഖഫ് ബോർഡിൽ മറ്റ് സമുദായത്തിന് കയറ്റുന്നു? അതുകൊണ്ട് അത് മാറ്റിമറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി എടുക്കുകയുണ്ടായി. അതിന് നമ്മുടെ MP-യും പാർലമെൻറ്റ് പ്രതിപക്ഷ MP-മാരെയും ഞാൻ ആ വിഷയത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ജമിയത്തുൽ ഉലമായുടെ പോഷക
ശക്തമായ ഒരു സംഘടനയാണ് ജമാഅത്ത് ഫെഡറേഷൻ. അതിൽ എല്ലാ ജമാഅത്തുകളും അംഗമാകും. ജമാഅത്ത് ഭാരവാഹികൾ, ഇമാമിങ്ങൾ, അത് രണ്ടും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. സിൻഫാൻ മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടത്. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ നന്നായാൽ സമുദായം നന്നായി, അവർ ദുഷിച്ചാൽ സമുദായം ദുഷിച്ചു. അതത്രേ അൽ ഉലമാ വൽ ഉമറാ, മതപണ്ഡിതന്മാരും നേതാക്കളും. അതുകൊണ്ടാണ് ഈ സംഘടന രൂപം കൊണ്ടപ്പോൾ എല്ലാ ജമാഅത്തിൻ്റെ ഇമാമിയങ്ങളും അതുപോലെ തന്നെ ഭാരവാഹികളും ഇതിൻ്റെ മെമ്പർമാരാണ് എന്ന് പറയാൻ കാരണം. ചിലരൊക്കെ ഇമാമിയങ്ങളെ തള്ളിക്കളയും, അത് പറ്റില്ല, രണ്ടും വേണം. ഹദീസ് അതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. അങ്ങനെ ഈ സമുദായം, ഈ ജമാഅത്ത് ഫെഡറേഷൻ സമുദായത്തിനെതിരായി ഏത് കാര്യം വന്നിട്ടുണ്ടോ അപ്പോഴപ്പോഴ് അതിനെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനിയും അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള എല്ലാ ജമാഅത്തുകളും ഈ ജമാഅത്ത് ഫെഡറേഷനിൽ അംഗത്വമാകണം. കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്നുകൊണ്ട്, മറ്റുള്ള എല്ലാം മറന്നുകൊണ്ട് സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. എല്ലാവരും ഇതിൽ സഹകരിച്ച് കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനിയും എന്ത് കാര്യം എതിരായി ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് ശക്തമായിട്ട് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഇനിയും എതിർക്കും. അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ജമാഅത്ത് ഫെഡറേഷനിൽ എല്ലാവരും അംഗമാകുകയും എല്ലാവരും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിക്കും, അതൊക്കെ നടപ്പിൽ വരുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉപകർമ്മ പ്രസംഗത്തിന് ഞാൻ തൽക്കാലം വിരാമം കുറിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റിയിൽ ആലോചിച്ചു ആരാണ് വേണ്ടത് എന്ന്. അപ്പോൾ എല്ലാവരും ഐക്യേണ്ടതിനോട് അത് നമ്മുടെ MP പ്രേമേന്ദ്രൻ സാർ, ഞാൻ മുഖസ്തുതിയായി പറയുകയല്ല, ഇസ്ലാമിനെതിരായി പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനൊക്കെ ശക്തമായി